ഹലോ ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വഴിയേരിയിലാണ് നിൽക്കുന്നത്. എനിക്കിന്ന് വാതിലും അതൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ലേ. കൊച്ചെടുത്ത് തരണ്ട്, അവളാ വീഡിയോഗ്രാഫർ. കാലും കൈ പിടിച്ചിട്ട് ഇത്രയെങ്കിലും എടുത്തിരുന്നു. പിന്നെ നമുക്ക് പതിയെ നടക്കാം. എൻ്റെ മുഖത്തെന്താ ഗൗരവം എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. ചുമ്മാ ഈ ഒരു മരം കണ്ടപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും നോക്കാൻ കരുതി. എന്തുവാ, പ്രകൃതി അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ മനോഹാരിത നമ്മൾ കാണുകയാണേ. പതിയെ ഒരു വെള്ളവണ്ടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് പോകാനാണ്. മറ്റേ ഫോറസ്റ്റുകാരുടെ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി, അതിൽ കയറിയായിട്ട് നമ്മൾ പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി. ഇന്ന് നമുക്ക് ബസ് കിട്ടും. ബൈക്ക് എന്നാണ് വന്നത്, ബസ്സാണേ. അപ്പോൾ വരും, മന്ദം വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഓടിക്കുക, അറിയത്തില്ലെങ്കിൽ ഇതാ ഞാൻ ഓടിക്കാം. ചുമ്മാതാട്ടോ, അവരൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് അല്ലേ. പെരിയാർ ടൈഗർ റിസർവ് എന്തായാലും ഭാഗ്യം വേണേ ഇതിനകത്തൊക്കെ പോകുന്നുണ്ട്. വന്നിട്ടുണ്ട്, കയറി. നമുക്ക് കണ്ടക്ടറൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് പോകുന്നുണ്ട്. വളവ് തിരിയുന്നു, വലിയ മരങ്ങൾ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു അനുഭവമാണ്. എന്ത് മനോഹരമല്ലേ കാണാനൊക്കെ, നല്ല രസമാണ്. പോട്ടെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ കാടുകൾ, കുറേ മലകളില്ല കേട്ടോ, ഒരു ഫ്ലോയിലങ്ങ് വന്നു പോയാൽ മലയൊന്നുമില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കാടുകൾ, പിന്നെയും കാടുകൾ. ഇത് മാത്രം തന്നെ കേട്ടോ, എന്നുവെച്ചത് മാത്രമല്ല, കുറേ ഉണ്ട്. നമ്മൾ ഇതാ ചെറുതായിട്ട് ഇപ്പം ചെല്ലും, അമ്പലമാട്ടോ, നമ്മൾ ചെല്ലും. ഇത് പള്ളിയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. കുറച്ച് മുന്നേ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇതാ നമ്മൾ കുമ്മളിയിലെത്തിയിട്ടുണ്ട്. കുമ്മളി പുലരിയെ സ്വീകരിക്കുകയാണ്. ചേച്ചി ഇതാ ബാഗും തൂക്കി നിൽക്കുന്നു. ആരാത് നമുക്കറിയത്തില്ല. കുറേ ജീപ്പുകൾ അങ്ങനെ പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ ട്രാവൽ ആൾക്കാരെ കൊണ്ടുപോകണം കേട്ടോ. ഇതാ ക്ലീനിങ്, സ്വച്ഛ് ഭാരത് അല്ലേ, സ്വച്ഛല്ലേ അങ്ങനെ തോന്നുന്നു. ഈ ചേച്ചി അവിടെ തൂത്തോട്ടിപ്പുണ്ട്, അതുകൊണ്ടായിരിക്കും. മേബി അങ്ങനെയാണ്, എനിക്കറിയത്തില്ലേ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി അധ്വാനിക്കുന്നു. രാവിലെ തന്നെ ചൂലാണല്ലോ ദൈവമേ, എന്തൊക്കെ കാണാൻ കിടക്കുന്നു. കോളേജ് എത്തിയിട്ടുണ്ട്. കോളേജിലൊരു ഓമിനി വാൻ, അതിൻ്റെ സൈഡിലൊരു മരം സൂം ചെയ്യുന്നൊരു കിളിയെ കാണിക്കാനാട്ടോ, വേറെ ഒന്നുമല്ല. കിളി എല്ലാവരും കണ്ടിട്ടില്ലേ കിളീനെ? ഓ കിളി എന്തുവാ, പഠിക്കാനാണോ? എൻ്റെ ക്ലാസ്സിൽ വന്നാൽ മതി. അത് കഴിഞ്ഞതാ നമ്മൾ പിന്നെയും പോകുന്നു. ക്യാൻറ്റീൻ അതാ തുറന്നിട്ടേക്കുന്നു. കുറേ ബിങ്കോ. കോളേജിൽ ചെല്ലുന്നു, നടന്ന് ചെല്ലുന്നു. എന്തായാലേ കോളേജിലൊക്കെ വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. വീട്ടിൽ എന്തൊക്കെ പണി കഴിഞ്ഞിട്ട് ഒരു കൊച്ചി എനിക്കുള്ളെങ്കിൽ അവളുടെ സകല പണികളും ചെയ്തിട്ടില്ലേ. ക്യാൻറ്റീനിലേക്ക് കയറിയാലോ? വേണ്ട, കാശില്ല, നമുക്ക് നാളെ കയറാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലേക്ക് കയറുന്നു. പോകുന്നു ചെന്നിട്ടുണ്ടേ. ഇത് നമ്മൾ തിരിച്ചു വരുന്ന വഴി കേട്ടോ. കോളേജിലുള്ള ക്ലാസ്സുകളൊന്നും എടുക്കാനായിട്ട് സമയമില്ല. 4 ചുറ്റും ക്യാമറ വെച്ചേക്കും. അതുകൊണ്ട് വഴി കൂടെ പോകുന്നതെല്ലാം കമ്പും കഴിക്കൂലും എല്ലാം പറകിക്കൊണ്ടാണ് ഞങ്ങൾ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് ഡിസൈനൊക്കെ വീട്ടിൽ വെക്കാം. ഇത് നമ്മുടെ പൂജാമുറിയാണ് കേട്ടോ. ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു സമാധാനമില്ല റൈസ്. ഇതാ വന്നിരിക്കുന്നു. ഇതിൻ്റെ പേരെന്തുവാ? പൊന്നു എന്നാ കേട്ടോ പേര്. എനിക്ക് മറന്നുപോയി പെട്ടെന്ന് കേട്ടോ. വേറെ ആരും പറഞ്ഞു തന്നല്ല, അങ്ങനെ തോന്നിയെങ്കിൽ തെറ്റിപ്പോയി. അവളുടെ കൊഞ്ചലുകളാണ്. കൊഞ്ചലുകൾ മാത്രമല്ല, ചെറിയ വികൃതികൾ എന്ന് മാത്രം. ഓക്കെ, ബൈ.